ടുഡേ യൂണിറ്റ് 11 ആണ് ഗ്രീൻ ലോജിസ്റ്റിക്സ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ഗ്രീൻ ലോജിസ്റ്റിക്സ്. ഗ്രീൻ ലോജിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമിൻ ദി എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിന്റെ പാരിസ്ഥിതികമായിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഡിസ്കസ് പ്രോട്ടോകോൾസ് ഫോർ ഗ്രീൻ ലോജിസ്റ്റിക്സ്. ഗ്രീൻ ലോജിസ്റ്റിക്സിന്റെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ഗ്രീൻ ലോജിസ്റ്റിക്സ് സ്ട്രാറ്റജീസ്. ഗ്രീൻ ലോജിസ്റ്റിക്സ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കുക. അനലൈസ് ദി ചാലഞ്ചസ് ഓഫ് ഗ്രീൻ ലോജിസ്റ്റിക്സ്. ഗ്രീൻ ലോജിസ്റ്റിക്സിന്റെ ചാലഞ്ചസ് അനലൈസ് ചെയ്യുക. അതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദി എൻവയോൺമെന്റ്. ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദി എൻവയോൺമെന്റ്. ഈ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് എന്താക്കുന്നുണ്ട്? വലിയ രീതിയിൽ എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ലോജിസ്റ്റിക്സ് ഫോക്കസസ് ഓൺ മെഷറിംഗ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്, അനലൈസിംഗ് എക്കോളജിക്കൽ എഫക്ട്സ്, മിനിമൈസിംഗ് എൻവയോൺമെന്റൽ ഡാമേജ്. ഈ ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്?